നുന്ന പാത്രത്തിൽ തന്നെ കിടക്കും. തടിപ്പെട്ടികൾ ചാടിക്കടന്ന് തീറ്റ തിന്നാൻ മുതിർന്നവർ പഠിപ്പിക്കും. ആടുകളിലെ ആസൂത്രിത പ്രജനനത്തിന്റെ മാന്ത്രികനാണ് ഫിറോസ്. അടുത്ത രക്തബന്ധമുള്ള ആടുകളെ ഇണ ചേർക്കാറേയില്ല. സന്തതി പരമ്പരകൾ അതോടെ മോശമാകുമെന്ന് ഫിറോസിനറിയാം. ചിലർക്ക് സ്വാഭാവിക പ്രജനനത്തിന് അവസരം നൽകും. നല്ല മുട്ടന്മാരെ തിരഞ്ഞെടുത്ത് നല്ല തീറ്റകൾ നൽകും. ആഴ്ചയിൽ 1 എന്നതാണ് പ്രജനന പ്രക്രിയ. ഇതിനായി അവയെ പ്രകൃതിയോടിണങ്ങുന്ന സാഹചര്യത്തിൽ പാർപ്പിക്കും. മറ്റു ചിലർക്ക് കൃത്രിമ ബീജാധാനം. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ ചുമതല. ആധുനിക സാങ്കേതിക ഉപാധികളുടെ സഹായത്തോടെ ആടുകളുടെ ഗാഢശീതീകരണ ബീജമാത്രകൾ ഉപയോഗിച്ചാണ് ബീജാധാനം. പ്രത്യേക ഹോർമോണുകൾ നൽകി മതിയിലെത്തിക്കുന്ന ആടുകൾക്കായി ഉന്നത നിലവാരമുള്ള ബീജമാത്രകളാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെയും ആരോഗ്യ സംരക്ഷണവും ഡോക്ടർമാരുടെ ചുമതലയാണ്. ആടിന് വർദ്ധിച്ച തോതിലുള്ള ആവശ്യം വന്ന സമയത്ത് കൂടുതൽ കർഷകരും ഫാമിംഗ് എന്നുള്ള സമ്പ്രദായത്തിലേക്ക് വന്നു. കൂടുതൽ എണ്ണം വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കറക്റ്റ് പഠിക്കാത്തത് കൊണ്ട് പല ആളുകൾക്കും നഷ്ടം വന്നിട്ടുണ്ട്. ആടിന്റെ മേഖലയിൽ പഠിക്കേണ്ടത് ഏറ്റവും ഗുണമേന്മയുള്ള ആടുകളായിരിക്കണം പേരന്റ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അതിന്റെ അമ്മയെയും അച്ഛനെയും കണ്ട് മനസ്സിലാക്കി ഗുണമേന്മയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഫാം തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവർ നമ്മൾ ക്രോസിംഗ്, ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആടുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. നല്ല പാലുൽപാദനമുള്ള ആടുകൾക്ക് മാത്രമേ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നല്ല പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ച കിട്ടുകയുള്ളൂ. ഒരു 20 ആടുകളൊക്കെ ആണെങ്കിൽ ഒരാൾ സ്വയം തൊഴിൽ എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഫാമിംഗ്, ഒരു വലിയൊരു ബിസിനസ് എന്നുള്ള കണ്ടീഷനിൽ ഇത് കാണുകയാണെങ്കിൽ 40 അതിലധികമോ ആടുകൾ വേണം. ഒരു സ്റ്റാഫിനെ നിർത്തി മുതൽ മുടക്കുന്ന ആളും കൂടി കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ 40 അതിലധികമോ ആടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫാം ലാഭകരമാവുകയുള്ളൂ. അത് തന്നെ ഗുണമേന്മയുള്ള ആടുകളല്ലെങ്കിൽ പെട്ടെന്ന് രോഗബാധ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആട് ഫാം നഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. ദിവസവും എല്ലാവർക്കും ഗ്രൂമിംഗ് ഉണ്ട്. പ്രത്യേക ബ്രഷ് ഉപയോഗിച്ച് മേനി മിനുക്കുമ്പോൾ കാര്യങ്ങൾ രണ്ടുണ്ട്. 1 വൃത്തി, 2 ത്വക്കിലേക്കുള്ള ചോരയോട്ടം ഏറും. ആട്ടിൻകുട്ടികൾക്കും തള്ളയാടുകൾക്കുമായി ഹൈബ്രിഡ് ഫാമിനെ ആശ്രയിക്കുന്നവർ അനവധിയുണ്ട്. തൂക്കമനുസരിച്ചാണ് വില. ചാക്കിന്റെ കോണുകളിൽ തുളയിട്ട് ആടുകളെ കയറ്റി വലിച്ചുയർത്തും. ശരീരതൂക്കം ചെറുത്രാസിൽ നിന്ന് കൃത്യമായി രേഖപ്പെടുത്തും. പുതുതായി എത്തുന്ന ആടുകൾക്ക് പ്രത്യേക ക്വാറന്റൈൻ സംവിധാനമുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങാൻ അവയെ 2 ദിവസം പ്രത്യേകം പാർപ്പിക്കും. തുടർന്ന് ഒരു നീരാട്ട്. വിസ്തരിച്ചുള്ള ആ കുളിക്ക് പവർ ഹെഡ് കൂട്ടാകും. ചിതറി വീഴുന്ന ജലധാരയ്ക്കുമീതെ ഷാംപൂ കൂടി എത്തുന്നതോടെ ആടുകൾ മിനുങ്ങി ഒരുങ്ങും. സൂര്യപ്രഭയിൽ മേനി വിറപ്പിച്ച് അവർ ഹർഷബാഷ്പം തൂകും. ഹൈബ്രിഡ് ഫാമിൽ നിന്നും സംയോജിത കൃഷിയിലേക്കാണ് ഫിറോസ് തിരിഞ്ഞത്. 10 വാര അകലെയുള്ള ഔഷധത്തോട്ടത്തിലേക്ക് ഞങ്ങൾ ഫിറോസിനൊപ്പം നടന്നു. ചെത്തിക്കൊടുവേലിയാണ് പ്രധാന കൃഷി. അടപതിയനും ആടലോടകവും ഒക്കെ ഉൾപ്പെടുന്ന ഔഷധ കൃഷിരീതികൾ
ഫിറോസിന് സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥം. എല്ലാത്തിനുമുണ്ട് കാച്ചിക്കുറുക്കിയ ഒരു കൃത്യത. ആട്ടിൻവളം തന്നെ എല്ലാത്തിന്റെയും ജീവൻ. ആടിന്റെ മൂത്രം, ആടിന്റെ കാഷ്ടമെല്ലാം തന്നെ വളരെയധികം ഗുണമേന്മയുള്ള വളമാണ്. ഇതുപയോഗിച്ചുകൊണ്ട് പച്ചക്കറി, അതുപോലെ മെഡിസിനൽ പ്ലാന്റുകൾ, വാഴകൃഷി ഇതെല്ലാം തന്നെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. പുറത്തുനിന്ന് വളം വാങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ സ്വന്തം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഒരു കറക്റ്റ് സർക്കിളായിട്ട് വരുന്നതാണ്. ആടിന്റെ വളം ഉപയോഗിച്ചിട്ട് ഈ കൃഷിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ട് CO3 അതുപോലുള്ള മറ്റുള്ള ലെഗ്യൂംസ് ഒക്കെ നട്ടു വളർത്തി അത് ഇതിനും കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഉതിർന്നു വീഴുന്ന കാഷ്ടവും ഇല അവശിഷ്ടങ്ങളും രണ്ടു നേരം മാറ്റും. വളത്തിനായി പ്രത്യേക ഇടമുണ്ട്. പഴകിയ ആട്ടിൻ കാഷ്ടം നല്ല വളമാണ്. അത് വെട്ടിക്കുഴച്ച് റബ്ബർ കൊട്ടകളിലാക്കി നേരെ തോട്ടത്തിലെത്തിക്കും. വാഴയാണ് പ്രധാന വിള. ചുവട്ടിൽ വീഴുന്ന വളത്തിന്റെ ചൈതന്യം നാമ്പുകളിൽ തുടിക്കും. വസന്തത്തിന്റെ അറുതിയിൽ അവ ഫലഭാരമായി പകർന്ന് പകരം നൽകും. വിശ്രമത്തിനും കാവലിനുമായി ഒരു ചെറു കാവൽ മാടം ഫിറോസ് തീർത്തിട്ടുണ്ട്. പകലന്തിയോളമുള്ള അധ്വാനത്തിന്റെ ഇടവേളകളിൽ അല്പനേര വിശ്രമം. ഒപ്പം ആട്ടിൻകുട്ടികളുമുണ്ട്. ഫിറോസിന്റെ കാവൽ മാടത്തിലേക്ക് കയറി. ആശങ്കകളില്ലാത്ത ഉത്തരങ്ങളാൽ ഫിറോസ് ഞങ്ങളോട് ഹൃദയം തുറന്നു. 20 ദിവസമായി. ഇത് വലിയൊരു കാവൽപ്പുരയൊക്കെയാണല്ലോ ഇവിടെ കെട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു എൻജോയ്മെന്റ്. ഒരു ഫാമിനോടനുബന്ധിച്ച് വരുന്ന ആളുകൾക്ക് ഒരു കാഴ്ചയാണ്. താമസിക്കാൻ സുഖമാണ്. ചൂടൊക്കെ വളരെ കുറവായിരിക്കും. ഫിറോസ് എന്തോരം പഠിച്ചു? ഡിഗ്രി വരെ. ഫിറോസിന്റെ കൂട്ടുകാരൊക്കെ പലരും ഇങ്ങനെ ജോലിയൊക്കെ തേടി പോകുമ്പോൾ പഠിച്ചിട്ട് ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ ഫിറോസ് മാത്രം ഈ ആടിനെയൊക്കെ വളർത്തിയാണ്. അതിൽ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇതിന്റെ ഒരു ഏത് രീതിയിലുള്ള ഒരു ക്രയവിക്രയമാണ് നിങ്ങളിവിടെ നടത്തുന്ന ആടിന്റെ? സർ, ഞങ്ങൾ നേരത്തൊരു കർഷകരുടെ കൂടെ ഉള്ള ഒരു സ്ഥാപനമാണിത്. ഞങ്ങളിവിടെ ആടുകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ആടുകളെ പല സ്ഥലങ്ങളിൽ നിന്നും കർഷകരിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ആടിനെ കൊണ്ടുവരുന്നത്? ഇന്ത്യയിൽ ഏകദേശം സർ 21ഓളം ബ്രീഡുകളുണ്ട്. അത് അതിന്റെ ജന്മദേശങ്ങളിൽ രാജസ്ഥാൻ, UP, പഞ്ചാബ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആടുകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. കൂടാതെ കേരളത്തിലുള്ള മലബാരി ആടുകളും. ഇവിടെ എല്ലാം ഭാരതത്തിലെ പ്രശസ്തമായ ആടുകളാണ്. എന്തുകൊണ്ടാണ് വിദേശ ആടുകളെ കൊണ്ടുവരാത്തത്? സർ, ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ലൈവ് സ്റ്റോക്ക് മേഖല എന്ന് പറഞ്ഞാൽ വളരെ അധികം വെടുത്തായിട്ടുള്ള ഒന്നാണ്. അതിൽ തന്നെ 21ഓളം ബ്രീഡുകൾ ഇന്ത്യയിലുണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് അംഗീകരിക്കാത്തത് 8ഓളം ഉണ്ട്. ഒറിജിനൽ ബ്രീഡിന്റെ എല്ലാ ഗുണങ്ങളുണ്ട്. അത് തന്നെ നല്ല വളരെയധികം സൈസും നല്ല പാലുൽപാദനമുള്ള ആടുകളുണ്ട്. വിദേശീയ ആടുകൾ കൊണ്ടുവരുന്നുള്ള ഉദ്ദേശം ഒന്നെങ്കിൽ മീറ്റ് കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ മിൽക്ക് കൂടുതൽ കിട്ടണം. അതിൽ സാനൻ പോലുള്ള ആടുകൾ കേരളത്തിൽ വിജയകരമല്ല, ഇന്ത്യയിൽ എവിടെയും തന്നെ വിജയകരമല്ല. പിന്നെയുള്ള ഒരു ആട് എന്ന് പറഞ്ഞാൽ ബോവറാണ്. അത് താരതമ്യേന പാലുൽപാദനം വളരെ കുറവാണ്. ആട്, തേക്ക്, മാഞ്ചിയോ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ഈ രംഗത്ത് കബളിപ്പിക്കുന്നുണ്ട്. ഈ അത്രത്തോളം ലാഭമുള്ള ഒരു കൃഷിയാണോ? ഒരാടിനെ വെച്ചിട്ട് ഒരു വലിയൊരു ബിസിനസ് നടക്കാനുള്ള കാരണം ഒരാട് 6 മാസം കൊണ്ട് 2 എണ്ണം ആവുന്നതുകൊണ്ടാണ്. അവർക്ക് ഡ്യൂപ്ലിക്കേഷൻ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഒരാട് ഒരു മാസത്തിൽ 2 ആവും, ഒരു വർഷത്തിൽ ഈ 2 4 ആവും. അങ്ങനെ ഒരു ന്യൂക്ലിയർ വിഷൻ സംഭവിക്കുമെന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്ന ആളുകൾ ആടിനെ തിരഞ്ഞെടുക്കാൻ കാരണം. പക്ഷെ ഒരു നൂറ്റാണ്ടുകളായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് 6 മാസം കൂടുമ്പോൾ ഒരാട് 2 എണ്ണം ആവും. അതുകൊണ്ട് തന്നെ 100% പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ഗോഡ് ഫാം എന്നുള്ളത്. ഫാം രംഗത്ത് വലിയൊരു മാതൃകയാണ് ഫിറോസ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഫിറോസിന്റെ ഭാവി പരിപാടി? എല്ലാ വീടുകളിലും പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല പാലുൽപാദനമുള്ള ഒരാടെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിന് കേരളത്തിലുള്ള കർഷകർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ഗുണമേന്മയുള്ള ആടുകളും സ്വന്തം ബ്രീഡ് ചെയ്യുന്നതും മറ്റുള്ള കർഷകരിൽ നിന്ന് വാങ്ങിയിട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനന്തമായ വഴികളായിരുന്നു ഫിറോസിന് മുന്നിൽ. അതിലൂടെ ഏകാന്തമായിരുന്നു ആ യാത്ര. ഉള്ളുറപ്പിന്റെ പിൻബലം മാത്രമാണ് അതിന് കരുത്തായത്.
ആട്ടിടയനായി പുൽമേടുകളിലേക്ക് പറ്റത്തെ മേയ്ക്കുമ്പോൾ അത് തന്റെ ജീവിത വഴികൂടിയാണെന്ന് ഫിറോസ് അറിയുന്നു. പുതുകാലത്തിന്റെ ചേരുവകൾ നൽകി അത് വിജയവീഥിയാക്കാൻ ആഴത്തിലുറച്ച ആത്മവിശ്വാസം കൂട്ടായി. കാനനഛായയിലേക്ക് ആടുകൾ ചിണുങ്ങുമ്പോൾ അതിൽ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയനിസ്വനം മുഴങ്ങും. തെളിഞ്ഞ നീലാകാശം പോലെ തനിക്ക് മുന്നിലെ സ്വതന്ത്ര ലോകത്തിനായി ഫിറോസ് മനസ്സുകൊടുക്കും. അതിൽ ആട്ടിൻപറ്റത്തിന് നൽകാൻ കരുതിവച്ച സ്നേഹവും വാത്സല്യവും വിതുമ്പി നിൽക്കും.